ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് ചുരുണ്ട മുടി വെറുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ചുരുണ്ട മുടി വെറുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയും സ്ട്രെയിറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയും. അപ്പം ഇവരോട് എനിക്ക് പറയാനുള്ളത്, ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്നു. ചുരുണ്ട മുടി എനിക്ക് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഭ്രാന്ത് പിടിക്കരുത്. കാരണം എന്ന് വെച്ചാൽ നമുക്കിതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. അതായത് ചകിരിയൊക്കെ ഇല്ലേ, ചകിരിനാര് പോലെയായിരുന്നു മുടി. ഇതൊന്നുമല്ല കേട്ടോ, ഈ ഒരു മുടി അല്ലായിരുന്നു എനിക്കുള്ളത്. ചകിരി എന്ന് പറഞ്ഞാൽ ചട കെട്ടിയിട്ട് എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട. മുടി കെട്ടാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഈ മുടിയിൽ തൊടാൻ തോന്നില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. എനിക്കെൻ്റെ മുടി ഇഷ്ടമേ അല്ലായിരുന്നു. പിന്നെ കളിയാക്കൽ വേറെ, സ്കൂളിൽ കോളേജിൽ, അങ്ങനെ ഭയങ്കര ഒരു സ്റ്റേജിൽ കൂടെ ഞാൻ ഭയങ്കര ഡിപ്രഷനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഭയങ്കര ഡിപ്രഷനല്ല, എന്നാലും ഭയങ്കര മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കളിയാക്കും. എന്താ പറയുന്നത് കളിയാക്കുന്നറിയോ? കുരുവിക്കൂട്, അതാട്ടോ കുരുവിക്കൂട്. പിന്നെന്താ നീഗ്രോ. അന്ന് എനിക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷേ അന്ന് ചെറിയ പ്രായമാണല്ലോ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, നീഗ്രോ എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം? അവർ മനുഷ്യർ തന്നെയല്ലേ. അവരുടെ മുടി അങ്ങനെ ആയിപ്പോയത് അവരുടെ പ്രശ്നമാണോ? ചുരുണ്ട മുടി അങ്ങനെ ആയത് ചുരുണ്ട മുടി നമ്മുടെ പ്രശ്നമല്ലല്ലോ. അത് ഓരോ ഇതിനനുസരിച്ചല്ലേ വരുള്ളൂ. ഇപ്പോൾ എൻ്റെ കണക്ക് തന്നെ വേറൊരാളുടെ മുടി ഇരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അവരുടെ പോലെ തന്നെ എൻ്റെ മുടി ഇരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. പക്ഷേ ഞാൻ ഒരു കാലത്ത് ഈ എന്താ പറയുക, എനിക്ക് സ്ട്രെയിറ്റ് മുടി കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് മുടിയിൽ ക്ലാസ്സിലുള്ള ആരെങ്കിലും നല്ല സ്ട്രെയിറ്റ് മുടി കാണുമ്പോൾ അവളുടെ മുടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. കാരണം അവർ നല്ല രീതിയിലൊക്കെ മുടിയൊക്കെ കിട്ടി വരുമ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. പിന്നെ മുടിയൊന്ന് ഓപ്പൺ എയർ ആക്കി ഇടാം, കുറച്ചുകൂടെ ഒന്ന് ഒരു ടീനേജൊക്കെ എത്തിയപ്പോൾ മുടി എന്താ പറയുക അയച്ചിടാൻ പറ്റില്ല, ഓപ്പൺ എയർ ആക്കി ഇടാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് പിന്നെ ഈ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ള സാധനങ്ങളൊന്നും നമുക്ക് അന്ന് അങ്ങനെയുള്ളൊരു ബോധമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താ നമ്മൾ ചിന്തിക്കുക? അപ്പോൾ അങ്ങനെയുള്ളൊരു ബോധമില്ലായിരുന്നു. അതൊന്നും പറഞ്ഞു തരാനും നമുക്ക് ആരുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നുപോയി. പിന്നെ അതുമായിട്ട് പിന്നെ ഞാൻ മുടി നോക്കലേ ഇല്ല. പിന്നെ എന്ത് ചെയ്തെന്നറിയാമോ? സ്ട്രെയിറ്റ് ചെയ്തു. 1ഉം 2ഉം പ്രാവശ്യമല്ല, 5-6 പ്രാവശ്യം സ്ട്രെയിറ്റ് ചെയ്തു. അതിനുള്ളത് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ മുടി ഒഴിയും, താരൻ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മുടെ തലയിലൊരു ചെറിയ രീതിയിലുള്ള സോറിയാസിസ് വരെ വരും കേട്ടോ ഈ ഒരു സ്ട്രെയിറ്റിങ് കൊണ്ടിട്ട്. അപ്പോൾ ചിലവർക്ക്, ഞാനിപ്പോൾ എല്ലാവരെയും പറയുന്നില്ല, എല്ലാവർക്കും വരുമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എന്നാലും ഒരുപാട് ആൾക്കാർ, ഞാനറിയുന്ന കുറേ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. മുടി നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട്. മുടി കൊഴിച്ചിലൊക്കെ ഞാൻ ഇപ്പോൾ ഈ ഹെയർ ഒരുപാട് നോക്കാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അതുപോലും അറിയണ്ടായിരുന്നില്ല എനിക്ക്. എന്തുകൊണ്ടാണ് കൊഴിയുന്നതെന്ന് പോലും എനിക്കറിയണ്ടായിരുന്നില്ല. പിന്നെ ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഒരു ചുരുണ്ട മുടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചുരുണ്ട മുടി ഉള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡൻറ്റിറ്റി തന്നെയാണ്. ഒരാൾ നമ്മളെ പറയുമ്പോൾ ആ ചുരുണ്ട മുടിയുള്ള കുട്ടി അങ്ങനെയല്ലേ പറയുള്ളൂ. അങ്ങനെയാണ് കൂടുതലും എൻ്റെ അറിവിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഓരോരുത്തരുടെ മുടി അവരുടെ ഐഡൻറ്റിറ്റി തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മളെന്താ പറയുക, ഇപ്പം നമുക്കിപ്പം എങ്ങനെയൊക്കെ പോയാലും നമ്മുടെ മുടിയിൽ കംഫർട്ട് ആകുക എന്നാണ് എൻ്റെ അഭിപ്രായം. ഉള്ള മുടിയെ എങ്ങനെ വൃത്തിയാക്കി കൊണ്ട് നടക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. വെറുതെ അവരവരും പറയുന്നത് കേട്ടിട്ട് നമ്മൾ മാനസികമായിട്ടുള്ള വിഷമങ്ങളൊന്നും അനുഭവിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ആരോഗ്യത്തിന്. പിന്നെ അങ്ങനെയുള്ള ആൾക്കാരെന്താ പറയുക, അങ്ങനെയുള്ളവർക്ക് പോകാൻ പറയുക. അവരെന്ത് പറഞ്ഞാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നം. അത് ഇഗ്നോർ ചെയ്ത് വിടുക. നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്, അവർ പറയുന്നത് ഓർത്ത് വിഷമിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കിയാൽ അതൊരു കച്ചിത്തുരുമ്പായിട്ട് അവരെടുത്തതിന് ശേഷം വീണ്ടും കളിയാക്കാനുള്ള ചാൻസ് കൂടെയുള്ളൂ. സോ അതൊന്നും നമ്മളെ മൈൻഡാക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമുക്കെന്ത് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അതിൽ ഏറ്റവും ഫസ്റ്റായിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മനസ്സുകൊണ്ട് നമ്മളെ മുടിയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മളെന്താ ചെയ്യുന്നത്? എനിക്ക് ഈ മുടി ഇഷ്ടമല്ല, എനിക്ക് പ്രാന്താണ്, അല്ലെങ്കിൽ എനിക്ക് പ്രാന്ത് പിടിക്കും, ഈ മുടി കിട്ടിയത് തന്നെ പ്രശ്നമായി, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം പഠിക്കുക, നമ്മളെ മുടിയെ നമ്മൾ ഇഷ്ടമില്ലാതെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടാട്ടോ ഞാൻ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നിർത്തി വെച്ചിട്ട് നമ്മൾ ഈ മുടിയെ സ്നേഹിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻ്റ്. കാരണം വെച്ചാൽ നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുത്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നുള്ളൂ. ഇത് നന്നായി വരും. അതിനുള്ള ഉദാഹരണമാണ് എൻ്റെ മുടി. എൻ്റെ ഈ മുടി ഇങ്ങനെ ഇങ്ങനെയല്ല എൻ്റെ മുടി ഉണ്ടായിരുന്നേ. അത്രയും ഒരു വല്ലാത്തൊരു മുടിയായിരുന്നു. അതിനെ ഞാൻ ഇങ്ങനെ എടുത്തത്, അതിനെക്കുറിച്ച് ഒരു അറിവ് കിട്ടിയതുകൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ ആയത്. അത് ആക്കിയെടുക്കാനുള്ള വഴി നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ
നല്ല ഷാംപൂ, നല്ല കണ്ടീഷണർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. നമ്മുടെ മുടിയെ, പ്രത്യേകിച്ച് ചുരുണ്ട മുടിയുള്ളവർക്ക് ഡ്രൈയിങ് ആയി പോകുന്ന ഷാംപൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. മുടിയെ ഡ്രൈ ആക്കുന്ന യാതൊരുവിധ ഷാംപൂ കണ്ടീഷണറും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ കൂടുതൽ മോയ്സ്ചറൈസിങ് ആയിട്ട് നിൽക്കുന്ന ഷാംപൂവും കണ്ടീഷണറും ഹെയർ ക്രീമും ഒക്കെ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മുടെ മുടി കണ്ടീഷനായി വരുള്ളൂ, ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് വരുള്ളൂ. അല്ലെങ്കിൽ ചകിരിനാര് പോലെ തന്നെ ആവും കേട്ടോ. പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും ഷാമ്പുവോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലോ റിവ്യൂ വേണമെങ്കിലോ ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഷാമ്പുവോ കണ്ടീഷണറോ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ കമൻറ്റിൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. കമൻറ്റൊക്കെ ചെയ്യാം, ഞാൻ പറഞ്ഞു തരാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ മുടിയിൽ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെമ്പരത്തി താളിൻ്റെ ഷാമ്പൂ ആണ് കേട്ടോ. അതായത് ഇത് എന്താ പറയുക, പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, അങ്ങനെ പെയ്ഡായിട്ടുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ. എനിക്ക് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് പറയുന്നത്. ചെമ്പരത്തി താളി, നമ്മുടെ ധാത്രീൻ്റെ 100% നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ധാത്രീൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ ധാത്രീൻ്റെ ഇതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർ പ്രിപ്പറേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്രയും വിസിബിൾ ആയിട്ടുണ്ട്, അവരുടെ ഒരു യൂട്യൂബിൽ തന്നെ അടിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ആ ധാത്രീൻ്റെ ഇതാണ് യൂസ് ചെയ്യുന്നത്, ചെമ്പരത്തി താളിൻ്റെ ഷാമ്പൂ. അതൊരു മൈൽഡ് ഷാമ്പൂ ആണ്, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. കുട്ടികൾക്ക്, ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഒരാൾക്ക് 1 വയസ്സും ഒരാൾക്ക് 2 വയസ്സാകുമ്പോൾ പോകുന്നു, ഒരാൾക്ക് 4 വയസ്സാകുമ്പോൾ പോകുന്നു, രണ്ടാൾക്കും ഞാൻ ചെമ്പരത്തി താളിൻ്റെ ഒരു ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ പറഞ്ഞാൽ ധാത്രീൻ്റെ എൻ്റെ ഡെയിലി ഓയിലുണ്ട്, ഡെയിലി വെയർ ചെയ്യുന്ന ഓയിലുണ്ട്. അപ്പോൾ ആ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒറ്റ മരത്തിൻ്റെ അങ്ങനെ ഇപ്പോൾ ആരും തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. അല്ലാണ്ടുള്ളതായാലും നമ്മൾ മുടി ഡ്രൈ ആവാത്ത നല്ല ബ്രാൻഡ് നോക്കി നമ്മൾ വാങ്ങി ഷാമ്പുവും കണ്ടീഷണറും ഉപയോഗിച്ചിരിക്കണം കേട്ടോ. മസ്റ്റായിട്ടും ഒരാഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം മുടി ഡ്രൈ ആവാതെ നിൽക്കും. പിന്നെ എണ്ണ വരട്ടണ്ടെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ വരട്ടെ ശരിക്കും പറഞ്ഞാൽ കഴുകി കളയണം, വാഷ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ മുടിയിൽ, നമ്മുടെ ഈ ഒരു തലയൊട്ടിലൊക്കെ ഈ അഴുക്ക് പിടിച്ചിട്ട് അത് ഭയങ്കര ഇച്ചിങ്ങും പിന്നെ എന്തെങ്കിലും അസ്വസ്ഥതകളും അഴുക്കൊന്നും പോകാതിരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എണ്ണ വെട്ടി കഴിഞ്ഞാൽ അത് കഴുകി ക്ലീനാക്കി ചുരുണ്ട മുടിയുള്ള ചകിരി പോലുള്ള ഹെയർ ഉള്ളവർക്ക് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുളിച്ച് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഹെയറിൽ ഓയിൽ അല്ലെങ്കിൽ സിറം, അതായത് നമ്മൾ ഏത് ഓയിലാണോ ചെയ്യുന്നത്, ഇപ്പം വിർജിൻ കോക്കനട്ട് ഓയിലാണെങ്കിൽ അത് തേക്കാം, സാധാ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ അത് തേക്കാം. നമ്മുടെ ഹെയറിൽ നമ്മൾ ഏതെണ്ണയാണോ പുരട്ടുന്നത് അത് തേക്കാം. സിറം യൂസ് ചെയ്യുന്നവർക്ക് ഹെയർ സിറം ഉണ്ട് കേട്ടോ. അപ്പം ഹെയർ സിറം യൂസ് ചെയ്യുന്നവർക്ക് ഹെയർ സിറം യൂസ് ചെയ്യാം. അപ്പം ഈ ഓയിൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുളിച്ച് വന്നിട്ട് ആ ഒരു വെറ്റ് ഹെയറിലെ, നമ്മുടെ വെറ്റ് ഹെയറിലേക്ക് വേണം ആ ഒരു ഓയിൽ കുറച്ചൊരു 2-3 തുള്ളി ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു കുഞ്ഞു സ്പൂൺ ഒഴിച്ചിട്ട് നമ്മൾ കൈ നന്നായിട്ട് ഇതാക്കിയിട്ട് നമ്മൾ 2 ഹെയറിലും ഇങ്ങനെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രഞ്ച് ചെയ്തിട്ട്, അതായത് ഇതുപോലെയാണ് കേട്ടോ സ്ക്രഞ്ച് ചെയ്യുന്നത്. അപ്പോൾ മുടി ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഓയിലില്ലേ, ഓൾറെഡി നമ്മൾ വെറ്റായിരിക്കുന്ന നനവുള്ള ഹെയർ അല്ലേ, അപ്പോൾ ഈ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ മുടിയിലേക്ക് അങ്ങോട്ട് അലിഞ്ഞ് ചേരും എന്നൊക്കെ പറയൂലേ, അതുപോലെ നമ്മുടെ കംപ്ലീറ്റ്ലി അടിപൊളിയായിട്ട് നമ്മുടെ മുടി നിൽക്കും. അപ്പം ഓയിലിടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഹെയർ സിറം യൂസ് ചെയ്യാം, ഹെയർ സിറം യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഓയിലും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാവുന്ന കേട്ടോ, അങ്ങനെ ചെയ്ത് നോക്കാമെന്നല്ല ഇത്. അപ്പോൾ ആദ്യം വന്നിട്ട് നമ്മൾ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ്, രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഷാമ്പു കണ്ടീഷണർ ശ്രദ്ധിക്കുക, മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഒരു ഓയിൽ അല്ലെങ്കിൽ സിറം നമ്മൾ കുളിച്ച് വന്നതിന് ശേഷം ലൈറ്റായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യും. ഇനി നാലാമത്തത്, നമ്മുടെ ഫേസിനനുസരിച്ച് നമ്മുടെ മുടി കട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ മുടി ഏത് സ്ട്രക്ചറിൽ, അത് ഒരു ബ്യൂട്ടി പാർലറിൽ പോയാൽ അവർ നമ്മളുടെ രീതിയിൽ നല്ലൊരു ബ്യൂട്ടി പാർലർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനനുസരിച്ച് അവർ നല്ലൊരു ഹെയർ കട്ട് ചെയ്ത് തരും. ചുരുണ്ട മുടിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ഹെയർ കട്ടുകളുണ്ട്. ഷോർട്ടാക്കാൻ ഇഷ്ടമില്ലാത്തവർ ഷോർട്ടാക്കണ്ട, അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഹെയർ കട്ട് വേണ്ട അതുപോലെ ഹെയർ കട്ട് ചെയ്ത് ഇടുക, ലെങ്ത് കുറയ്ക്കൊന്നും വേണ്ട. എങ്ങനെയാണോ നല്ലത്, എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യും. 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മുടി കെട്ടുക. മുടി കെട്ടുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ഉണ്ട്. ക്യൂട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ മുഖത്തിന് പറ്റിയ അല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഹെയർ സ്റ്റൈൽസ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ തന്നെ ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് മാറ്റി വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം മിനിറ്റ് നമുക്ക് പല സ്റ്റൈൽ നമ്മുടെ മുടിയിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. എങ്ങനെ കെട്ടിയാൽ നന്നായിരിക്കും. പിന്നെ നമ്മുടെ ഒരു പ്രശ്നം, മുന്നേ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഓപ്പൺ എയർ ആക്കി ഇടാൻ പറ്റില്ല. എല്ലാവരും ഓപ്പൺ എയർ ഇടുമ്പോൾ ഞാൻ പൊന്തക്കാട് പോലെ ഇങ്ങനെ ഉണ്ടാവും മുടി വായിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എന്തുണ്ട്, അതൊക്കെ ഞാൻ ഫോളോ ചെയ്ത് വന്നുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഹെയർ എനിക്ക് എങ്ങനെ വേണമെങ്കിലും കിട്ടാം. ഞാൻ ഒരുപാട് ഹെയർ സ്റ്റൈൽസ് പരീക്ഷിക്കുന്നുണ്ട്. ഒരുപാടല്ല, ഒരു 4-5 ഹെയർ സ്റ്റൈലാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഓപ്പൺ ആക്കി ഇടുന്നതിനും കുഴപ്പമില്ല.
കാരണം വെച്ചാൽ ഞാൻ കംഫർട്ടബിളാണ് അതിൽ, എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല, വൃത്തികേട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി അടിപൊളി കണ്ടീഷനായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡെയിലി ചെയ്ത് നോക്ക്. ജസ്റ്റ് ഒരു മാസം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മുടി അടിപൊളിയായിട്ട് വരും. അപ്പോൾ അങ്ങനെ മാറ്റം വരികയാണെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്ത് അങ്ങനെ മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പം ഒരു എന്താ പറയുക, ഒരു സന്തോഷമല്ലേ, എല്ലാവർക്കും അത് മനസ്സിലാവും, ആ ഒരു ഇത് ചേഞ്ച് മനസ്സിലാവും. അപ്പോൾ കണ്ട എന്താ പറയുക വൃത്തികെട്ട സാധനങ്ങളൊന്നും എടുത്ത് മുടിയിലൊന്നും അപ്ലൈ ചെയ്യരുത്. നല്ല സാധനങ്ങൾ മാത്രം റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി മാത്രം മുടിയിൽ അപ്ലൈ ചെയ്യുക. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് പിന്നെ ട്രൈ ആവുന്ന ഒരു സാധനം പോലും നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യരുത്. നന്നാണെങ്കിൽ മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ മുടിയെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ആവും. പിന്നെ കളിയാക്കുന്നിടത്ത് പോകാൻ പറയുക, വേറൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യുക, നല്ലത് മാത്രം അക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കളയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രൈവസിയാണ്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്താൽ നന്നാവുമോ, അതിന് ചെയ്ത ആഫ്റ്റർ കെയറിങ്. ഈ ഞാൻ ഒരു 5-6 പ്രാവശ്യം ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാം കേട്ടോ. ആദ്യമായിട്ടൊക്കെ സ്ട്രെയിറ്റ് ചെയ്യാൻ പോകുന്നവർ മസ്റ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യേണ്ടി വരും. ഹെയർ കെയർ ഒക്കെ ഒരുപാട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഉള്ള മുടി അടിപൊളിയാക്കി എടുക്കാൻ നമുക്ക് പറ്റും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു തീരുമാനത്തിലേക്ക് പോയാൽ നന്നാകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം. എന്നെന്താ പറയാനുള്ളത്, പിന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പോയിൻ്റ് ഞാൻ വിട്ടുപോയിട്ടുണ്ടോ? വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.